ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും. വിരോധികളായിരുന്ന ബന്ധുക്കൾ അനുകൂലമായി വരും. പുതുസംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ശിരസ് സംബന്ധമായും ഉദര സംബന്ധമായുമുള്ള അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും മടിയും അലസതയും ഉണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കലാ കായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്കും കാലതാമസം നേരിടാൻ സാധ്യത. ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥകൾ വന്നു ചേരും. കർമ്മരംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റുമെങ്കിലും മാനസിക സമ്മർദ്ദം നേരിടുന്ന അവസ്ഥകൾ വന്നു ചേരും. വാഹനങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും യോഗം കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും. കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും മാനസിക ക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടത്തിലും ധനകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല, ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. മിഥുനക്കൂർ, മകയിര അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 45 നാഴിക. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാവും. കലാ കായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. അധികാരസ്ഥാനങ്ങളിലുള്ളവർക്ക് സൽകീർത്തിയും മെച്ചപ്പെട്ട അധികാരവും കിട്ടും. വിദേശ സ്വദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം അനുവദിച്ചു കിട്ടും. വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും ത്രിമധുര നിവേദ്യവും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂർ, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും കാലതാമസവും തടസ്സങ്ങളും അനുഭവപ്പെടും. വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റമുണ്ടാവും. കർമ്മമേഖലയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരും. സാമ്പത്തിക നിലയും ഗുണകരമായിരിക്കില്ല. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും. കലാ കായിക രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ധർമ്മശാസ്താവിന് നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂർ, മകം പൂരമുത്രത്തിൻ്റെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം പുഷ്ടികരമായിരിക്കും. ബന്ധുക്കളിൽ നിന്നും ഗുണഫലം കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് അർഹിച്ച ജോലി ലഭിക്കാനും യോഗം കാണുന്നു. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും.
ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ പറ്റും. ബിസിനസ്സുകാർക്കും ഈ ആഴ്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും. കലാ കായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടം, ഭാഗ്യക്കുറി എന്നീ മേഖലകളിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂർ ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. അന്യദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി ആഗ്രഹസാഫല്യമുണ്ടാകും. ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നിർമ്മിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും. കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. ഗവൺമെൻറ് ജോലിക്കാർക്ക് അർഹമായ സ്ഥാനമാനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. നിയമകാര്യങ്ങൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുക. മാനസിക സമ്മർദ്ദം നേരിടുന്ന പല അവസ്ഥകളും വന്നു ചേരും. ബിസിനസ്സുകാർ പണം മുടക്കി ബിസിനസ് വിപുലീകരിക്കരുത്. കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച ശ്രേയസ്കരമായിരിക്കും. കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവ് മികവുറ്റതായിരിക്കും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. തുലാക്കൂർ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ. കർമ്മരംഗത്ത് ശുഭാപ്തി വിശ്വാസവും ആത്മധൈര്യവും വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവ മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. തസ്കരന്മാർ മൂലം ധനനഷ്ടത്തിനും യോഗം കാണുന്നു. വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധിയും ഉണ്ടാവും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥാനപ്രാപ്തിയും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക ലാഭവും അംഗീകാരവും ലഭിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂർ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. താൽക്കാലികമായി കൈവന്ന ഭാഗ്യങ്ങൾക്ക് മങ്ങലേൽക്കും. ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നു ചേരും. നിശ്ചയിച്ചുറപ്പിച്ച ചില ഇടപാടുകൾക്ക് തടസ്സം നേരിടും. ഇടവിട്ട് മാനസിക പീഡകൾ അനുഭവിക്കേണ്ടി വരും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താൽക്കാലികമായി തടസ്സങ്ങളുണ്ടാകും. ഉദ്യോഗ സംബന്ധമായി സ്ഥാനമാറ്റത്തിനും സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ പരിശ്രമം നടത്തും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കുറയും. കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടും. കലാ കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയമുണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അർഹിച്ച സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈ ആഴ്ച യോഗം കാണുന്നു. പുതിയ ഗൃഹോപകരണങ്ങൾ, ഭൂമി, വാഹനം എന്നിവ വാങ്ങുന്നതിനും യോഗം കാണുന്നു. ഏത് തൊഴിൽ ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും. കേസുകളിൽ വിജയമുണ്ടാവും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. കൃഷി, കച്ചവടം എന്നിവ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും. ആരോഗ്യം, കലാ കായിക മേഖലകളിലുള്ളവർക്കും ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക. മകരക്കൂർ ഉത്രാടം മുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. കർമ്മരംഗത്ത് ഉത്സാഹം വർദ്ധിക്കുകയും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റുകയും ചെയ്യും.
ഭൂമി സംബന്ധമായും കൃഷി സംബന്ധമായും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയമുണ്ടാവും. ശത്രുക്കളിൽ നിന്ന് പീഡകൾ അനുഭവിക്കേണ്ടി വരും. സർക്കാർ ജീവനക്കാർക്ക് മാനസിക ക്ലേശമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റും. വിദേശവാസികൾക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിന് അവസരം വന്നു ചേരും. അപ്രതീക്ഷിതമായി ബന്ധുസമാഗമം ഉണ്ടാവും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ. ശാരീരികവും മാനസികവുമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും. സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും. മെഡിക്കൽ, നിയമം, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളിൽ നിന്ന് അർഹമായ സഹായം ലഭിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് ധനനഷ്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു. കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കർമ്മരംഗം പൊതുവെ മെച്ചമുള്ളതായിരിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായി തുടരും. ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ വിജയം പ്രതീക്ഷിക്കാം. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാവും. ഭാഗ്യക്കുറി, ഊഹക്കച്ചവടം എന്നിവ വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ശത്രുക്കൾ മിത്രങ്ങളായി തീരും. സഹോദരങ്ങളിൽ നിന്ന് അനുകൂലാവസ്ഥയുണ്ടാവും. സന്താനങ്ങൾക്ക് മംഗളകർമ്മങ്ങൾക്കുള്ള യോഗം കാണുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് ബന്ധുക്കൾ അകൽച്ച കാണിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് അർഹമായ അംഗീകാരവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.